മാംസ്യേതര വസ്തുക്കളിലേക്കും ഹലാൽ വ്യാപനം നീളുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. സിമന്റിലും കമ്പിയിലും കുപ്പിവെള്ളത്തിലുമടക്കം ഹലാൽ സർട്ടിഫിക്കേഷൻ. ഇക്കാര്യം അറിഞ്ഞ താൻ ഞെട്ടിപ്പോയെന്ന സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ഹലാൽ സർട്ടിഫിക്കേഷൻ നൽകുന്നതിലൂടെ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ചിലർ പിരിച്ചെടുക്കുന്നത്. ഇതുമൂലം ഹലാൽ ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലയാണ് ഈടാക്കുന്നതെന്നും സോളിസിറ്റർ ജനറൽ. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനുണ്ട്. ജിഷ്ണു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ദൃശ്യ 2023 ഹലാൽ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിതരണം തുടങ്ങിയിട്ടുള്ളവ ഉത്തർപ്രദേശ് സർക്കാർ നിയമം മൂലം നിരോധിച്ചിരുന്നു. അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിയമ നടപടികൾ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന് മുൻപിലാണ് ഈ കേസിന്റെ വാദം നടക്കുന്നത്. ഇതിനിടയിലാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, ഒപ്പം സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ ഭാഗത്തുനിന്നും കോടതിയെ അറിയിച്ചിട്ടുള്ളത്. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ വാദത്തിനിടെ വ്യക്തമാക്കിയത്, നേരത്തെ മാംസഭക്ഷണങ്ങളിൽ അല്ലെങ്കിൽ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ഹലാൽ സർട്ടിഫിക്കറ്റ് കണ്ടിരുന്നു. ഇപ്പോൾ സിമന്റിലും കമ്പിയിലും ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള സാമഗ്രികളിലും കുപ്പിവെള്ളത്തിലും ഉൾപ്പെടെ ഹലാൽ സർട്ടിഫൈ ചെയ്തത് കണ്ട് താൻ ഞെട്ടിപ്പോയി എന്നാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ ഈ വാദത്തിനിടെ സുപ്രീം കോടതി അറിയിച്ചിട്ടുള്ളത്. നേരത്തെ മാംസഭക്ഷണങ്ങളിൽ അതല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഹലാൽ സർട്ടിഫിക്കറ്റ് കണ്ടിരുന്നു. പക്ഷേ അത് കടന്നുകൊണ്ടിപ്പോൾ നിർമ്മാണ സാമഗ്രികളിൽ സിമന്റിലും കമ്പിയിലും ഉൾപ്പെടെ ഹലാൽ സർട്ടിഫിക്കറ്റ് പതിപ്പിക്കുകയാണ് എന്നാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അറിയിച്ചിട്ടുള്ളത്. ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സോളിസിറ്റർ ജനറൽ മറ്റു ചില കാര്യങ്ങൾ കൂടി കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഹലാൽ സർട്ടിഫൈ ചെയ്യുന്നതിലൂടെയും ചിലർ കോടിക്കണക്കിന് രൂപ ഈ സർട്ടിഫിക്കേഷന് വേണ്ടി പിരിച്ചെടുക്കുന്നു എന്നുള്ളൊരു വിവരം കൂടിയും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അത് കാരണം ഇത്തരത്തിൽ ഹലാൽ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വലിയ വർധനമുണ്ടാകുന്നു, അത് ക്രമക്കേടുകൾക്ക് കാരണമാകുന്നു എന്ന കാര്യം കൂടി കോടതി അറിയിച്ചിട്ടുണ്ട്. അതിനെ ജമാഅത്തെ ഉലമ, അൽ ഹിന്ദ് ഉൾപ്പെടെയുള്ള അതിന്റെ അഭിഭാഷകർ കോടതിയിൽ അതിനെ ഖണ്ഡിക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. ഹലാൽ എന്നുള്ളത് നിയമപരമായി നടക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ഹലാൽ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് എന്നുള്ളതാണ് അത്തരത്തിലൊരു പ്രതിവാദമായി കോടതിയിലേക്ക് ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും ഹലാൽ വിഷയം വീണ്ടും രാജ്യത്തൊരു സജീവ ചർച്ചാ വിഷയമാവുകയാണ്. രാജ്യത്തെ പരമോന്നത കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയം എത്തി നിൽക്കുന്നു. ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെയും ഹലാൽ സർട്ടിഫൈ ചെയ്യുന്നതിലൂടെ ചിലർ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കുന്നുണ്ട് എന്നും, ഒപ്പം ഹലാൽ സർട്ടിഫൈ ചെയ്യുന്നതിനാൽ അത്തരം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ക്രമാതീതമായ വർധനവുണ്ടാകുന്നു എന്ന വിഷയം കൂടി കേന്ദ്ര സർക്കാർ കോടതിക്ക് മുൻപിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി സുപ്രീം കോടതിയുടെ നിരീക്ഷണവും കേസിന്മേൽ സുപ്രീം കോടതിയുടെ വിധി എന്താകും എന്നുള്ളത് ഏറെ നിർണായകമാകും. ഏതായാലും ഉത്തർപ്രദേശ് സർക്കാരാണ് നിലവിൽ ഹലാൽ സർട്ടിഫൈ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിതരണവും ഉൾപ്പെടെ നിയമം മൂലം നിരോധിച്ചിട്ടുള്ളത്. അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിന്മേൽ വാദം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ആഹാര പദാർത്ഥങ്ങളിൽ മാത്രമല്ല നിർമ്മാണ സാമഗ്രികളിൽ പോലും ഹലാൽ സർട്ടിഫിക്കേഷൻ കണ്ടുകൊണ്ട് താൻ ഞെട്ടി എന്ന വിവരം സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചത്. ദൃശ്യ ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് വീണ്ടും ഹലാൽ വിഷയം ചർച്ചയാവുകയാണ്. മാംസ്യേതര വസ്തുക്കളിലേക്കും ഹലാൽ സർട്ടിഫിക്കേഷൻ ഇപ്പോൾ വ്യാപകമായിരിക്കുകയാണ്. ഇത് കണ്ട് സോളിസിറ്റർ ജനറൽ ഞെട്ടിയിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്.